ഹലോ, എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പം ഹൈസ്കൂൾ അസിസ്റ്റന്റിന്റെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ കയ്യിൽ കറക്റ്റ് ഡേറ്റ കിട്ടിയിരിക്കുകയാണ്. അപ്പം എത്ര പേര് ഓരോ ജില്ലയിലും അപ്ലൈ ചെയ്തു, ഈ തവണ ആപ്ലിക്കേഷൻ കൂടിയോ അല്ലെങ്കിൽ കുറഞ്ഞോ, കോമ്പറ്റീഷൻ ലെവൽ എങ്ങനെ, അപ്പം ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ PSC ഇപ്പം HSA ഫിസിക്കൽ സയൻസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 8 വർഷമായി HSA ഫിസിക്കൽ സയൻസ് വിളിച്ചിട്ട്. അപ്പം 8 വർഷത്തിന് ശേഷം വിളിക്കുന്ന ഒരു എക്സാമാണ് HSA ഫിസിക്കൽ സയൻസ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു പരീക്ഷ 8 വർഷത്തിന് ശേഷം വിളിക്കുകയാണെങ്കിൽ എത്രത്തോളം വേക്കൻസി ആ പോസ്റ്റിൽ വരുമെന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. അപ്പം കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന വേക്കൻസിയേക്കാളും ഒരു 2-3 ഇരട്ടി വേക്കൻസി ഈ തവണ ഓരോ ജില്ലയിലും ഫിസിക്കൽ സയൻസിൻ്റെ കേസിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ മാസ്റ്റർ കീ അക്കാഡമിയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഫിസിക്കൽ സയൻസിന് ജോയിൻ ചെയ്ത സ്ഥാപനം മാസ്റ്റർ കീ അക്കാഡമിയാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി തന്നെ HSA ഫിസിക്കൽ സയൻസിൻ്റെയും നാച്ചുറൽ സയൻസിൻ്റെയും ഏറ്റവും പുതിയ ബാച്ച്, അതായത് 3ാമത്തെ ബാച്ച്, മാസ്റ്റർ കീ അക്കാഡമിയുടെ 3ാമത്തെ ബാച്ച് ഫെബ്രുവരി 12-ാം തീയതി മുതൽ ആരംഭിക്കുക. അപ്പോൾ HSA ഫിസിക്കൽ സയൻസ് ആയിക്കോട്ടെ, HSA നാച്ചുറൽ സയൻസ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഏതായാലും ഈ തവണ വേക്കൻസി നല്ല രീതിയിൽ വരും. അപ്പോൾ കഴിഞ്ഞ തവണത്തെക്കാളും നല്ല വേക്കൻസി ഈ തവണ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ജില്ലയിലും എത്ര പേര് അപ്ലൈ ചെയ്തു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഓരോ ജില്ലയിലും എത്ര പേര് അപ്ലൈ ചെയ്തു എന്ന് നമുക്ക് നോക്കാം. അതുകൊണ്ട് ആദ്യമായി തിരുവനന്തപുരമാണ് നോക്കുക. തിരുവനന്തപുരത്തിന് മുമ്പ് തന്നെ നമ്മൾ പറയുന്നു, താണ്ടെ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ഗണിതം, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ് എന്നീ വിഷയങ്ങൾക്ക് ഹൈസ്കൂൾ അധ്യാപക വിജ്ഞാപനത്തിന് ഏകദേശം താണ്ടെ 71,829 പേരാണ് ആകെ അപ്ലൈ ചെയ്തത്. താണ്ടെ ഇതെല്ലാം കൂടെ മലയാളം, ഇംഗ്ലീഷും, ഹിന്ദിയും, ഗണിതവും, നാച്ചുറൽ സയൻസും ഫിസിക്കൽ സയൻസും ഉൾപ്പെടെ ടോട്ടൽ 71,829 പേരാണ് അപ്ലൈ ചെയ്തത്. അതിൽ തന്നെ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തത് ഫിസിക്കൽ സയൻസിനാണ്. ഫിസിക്കൽ സയൻസിന് അപ്ലൈ ചെയ്തവരുടെ എണ്ണം 20,472 എന്ന് വെച്ചാൽ 20,472 പേരാണ് ഫിസിക്കൽ സയൻസിന് മാത്രം അപ്ലൈ ചെയ്തത്. ഇനി നോക്കുക, ഓരോ ജില്ല തിരിച്ചുള്ള കണക്ക്. തിരുവനന്തപുരം ഗണിതം അപ്ലൈ ചെയ്തവർ 1,433 പേര്, മലയാളം 942, നാച്ചുറൽ സയൻസ് 1,514, ഇംഗ്ലീഷ് 1,938, ഫിസിക്കൽ സയൻസ് 2,368 ആണ്, ഹിന്ദി 556 ആണ്. അപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം മറ്റുള്ള ജില്ലകളെക്കാളും ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ജില്ലയാണ് തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ വേക്കൻസി വരും. അപ്പോൾ പൊതുവെ മറ്റ് ജില്ലയെക്കാളും ഇച്ചിരി കോമ്പറ്റീഷൻ ലെവൽ ഇച്ചിരി ഹൈ ആണ്. പക്ഷേ വേക്കൻസി കൂടുതലുണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ല ചാൻസ് തിരുവനന്തപുരമാണ്. ഓക്കെ, ഇതാണ്ട് കൊല്ലത്തെ പറ്റി പറയുകയാണെങ്കിൽ കൊല്ലം ഗണിതം 688 പേര്, മലയാളം 355 പേര്, നാച്ചുറൽ സയൻസ് 689 പേര്, ഇംഗ്ലീഷ് 1189, ഫിസിക്കൽ സയൻസ് 1073, പത്തനംതിട്ട 216, ഗണിതം മലയാളം 113, നാച്ചുറൽ സയൻസ് 233, ഇംഗ്ലീഷ് 239, ഫിസിക്കൽ സയൻസ് 345, ഹിന്ദി 239. പൊതുവെ പത്തനംതിട്ട ജില്ലയിൽ വേക്കൻസികൾ കുറവായിരിക്കും, പക്ഷേ നമ്പർ ഓഫ് ആപ്ലിക്കൻറ്റും അതേപോലെ കുറവാണ്. അപ്പോൾ നിങ്ങൾ ഒരു ജോലി കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടി പഠിച്ചാൽ പത്തനംതിട്ടയും നല്ലൊരു ഓപ്ഷനാണ്. അതാണ് അപ്ലൈ ചെയ്തവരുടെ എണ്ണം വളരെ 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 കുറവാണ്. 216 ആണ്. ആ സമയത്ത് തിരുവനന്തപുരത്ത് ഗണിതത്തിൽ 1,433 ഉണ്ട്. ഫിസിക്കൽ സയൻസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ തിരുവനന്തപുരം 2,368 അപ്ലൈ ചെയ്യുമ്പോൾ പത്തനംതിട്ട 345 ഉണ്ട്. അതേപോലെ ഓരോ ജില്ലയുടെയും കണക്ക്. ആലപ്പുഴ ഗണിതം 538, മലയാളം 250, നാച്ചുറൽ സയൻസ് 545, ഇംഗ്ലീഷ് 458, ഫിസിക്കൽ സയൻസ് 690. അതുപോലെ ഓരോ ജില്ലയുടെയും കണക്കുണ്ട്. നിങ്ങൾ നോക്കുക, കോഴിക്കോട് പൊതുവെ ആപ്ലിക്കേഷൻ കൂടുതലാണ്. കോഴിക്കോട് 1044, ഫിസിക്കൽ സയൻസിനാകുമ്പം കോഴിക്കോട് 2050. അതുകൂടാതെ മലപ്പുറം ജില്ല അറിയാം, കൂടുതൽ വേക്കൻസി വരുന്ന, തിരുവനന്തപുരത്തിനൊപ്പം തന്നെ കൂടുതൽ വേക്കൻസി വരുന്ന ജില്ലയാണ് മലപ്പുറം. ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള ജില്ല നിങ്ങൾക്കറിയാം. അപ്പോൾ മലപ്പുറത്ത് 2724 ഗണിതം, അതുപോലെ മലയാളം 947, നാച്ചുറൽ സയൻസ് നോക്കുക, നാച്ചുറൽ സയൻസ് 2596, ഇംഗ്ലീഷ് നോക്കുക 3659,
ഫിസിക്കൽ സയൻസ് നോക്കുക 4366 തിരുവനന്തപുരത്തിനെക്കാട്ടിയും കൂടുതലാണ്, ഏകദേശം ഡബിളാണ്. നോക്കുക, ഹിന്ദിക്ക് ഏകദേശം 632 ആണ്. അപ്പം കൂടുതൽ പേര് അപ്ലൈ ചെയ്തേക്കുന്ന ജില്ല, കൂടുതൽ പേര് ചൂസ് ചെയ്തേക്കുന്ന ജില്ല തിരുവനന്തപുരം, അതേപോലെ തന്നെ മലപ്പുറവുമാണ്. ഓക്കെ ആണ്. അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മുടെ മുന്നിലുള്ള മാസങ്ങൾ വളരെ വളരെ കുറവാണ്. PSC കലണ്ടർ പ്രകാരം നിങ്ങൾക്കറിയാം ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ HSAയുടെ എല്ലാ സബ്ജക്റ്റിൻ്റെയും എക്സാം നടന്നിരിക്കും. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ മുന്നിൽ ഏകദേശം 5-6 മാസമുള്ളൂ. 5-6 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ കൃത്യമായ രീതിയിൽ പഠിക്കുക. കൃത്യമായ ഒരു പരിശീലനം നിങ്ങൾക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉയർന്ന റാങ്കിലേക്ക് എത്താനും അടുത്ത അധ്യയന വർഷം നിങ്ങൾക്ക് ജോലിയിൽ പ്രവേശിക്കാനും പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് വേണ്ടി മാസ്റ്റർ കെ അക്കാഡമി HSA ഫിസിക്കൽ സയൻസ്, HSA നാച്ചുറൽ സയൻസ്, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, മാത്സ്, ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. വെറും തുച്ഛമായ ഫീസ്. അപ്പോൾ പലരും ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്, പല എൻക്വയറീസും വരുമ്പം നമ്മൾ ചോദിക്കുന്നുണ്ട് ഇത്രയും കുറഞ്ഞ ഫീസ് എന്തിനാ? അപ്പോൾ ഇത്രയും കുറഞ്ഞ ഫീസ് എന്ന് വെച്ചാൽ വെറും 1999 രൂപയ്ക്കാണ് നമ്മൾ ഈ കോഴ്സ് നിങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ അതിന് ഉദ്ദേശമുണ്ട്. മാസ്റ്റർ കെ അക്കാഡമി എന്ന് പറയുന്ന സ്ഥാപനം ഒരു അധ്യാപക കൂട്ടായ്മയാണ്. അപ്പം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അധ്യാപകരെ സൃഷ്ടിക്കുക. ഞങ്ങളുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ അധ്യാപകരുണ്ട്. അപ്പോൾ അവരെല്ലാം കേരള PSC അല്ലെങ്കിൽ കേരള ജോലിയിലേക്ക്, ഗവൺമെന്റ് ജോബിലേക്ക് കയറ്റി വിടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന ദൗത്യം. അതിനുവേണ്ടി നിങ്ങൾ നമ്മളോട് സഹകരിക്കുക. നമ്മുടെ സ്റ്റഡി പ്ലാൻ ഓരോ വീക്കിലും നമുക്ക് ജോയിൻ ചെയ്ത സ്റ്റുഡൻസിന് അറിയാം, ഓരോ വീക്കിലും നമ്മൾ കൃത്യമായ സ്റ്റഡി പ്ലാൻ കൊടുക്കും. അതിൻ്റെ PDF നോട്ട്സ്, പ്രിന്റബിൾ PDF നോട്ട്സ് ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. പ്രിന്റബിൾ PDF നോട്ട്സ് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് പഠിക്കാം. ഓരോ വീക്കിലും നമ്മൾ നടത്തുന്ന എക്സാംസിൻ്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈവ് ക്ലാസ് തരും. ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ് നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കൃത്യമായി നമ്മളൊരു 3-4 മാസത്തിനുള്ളിൽ തന്നെ ഫുള്ള് സിലബസ് നിങ്ങൾക്ക് റിവിഷൻ സഹിതം തീർത്ത് നിങ്ങളുടെ കയ്യിലേക്ക് തരിക. അതുകൂടാതെ ഞാൻ ഓൾറെഡി പറഞ്ഞു, മാസ്റ്റർ കെ അക്കാഡമി HSA ഫിസിക്കൽ സയൻസിൻ്റെയും HSA നാച്ചുറൽ സയൻസിനും വേണ്ടി നമ്മുടെ 3ാമത്തെ ബാച്ച്, നിങ്ങളുടെ ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ നമ്മളെ 3ാമത്തെ ബാച്ച്, നമ്മൾ സ്ഥിരം എൻക്വയറി വരുന്നുണ്ട്, അടുത്ത ബാച്ച് എന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബാച്ച് ഫാസ്റ്റ് ഫില്ലിംഗ് ആയിരുന്നു, പെട്ടെന്ന് തന്നെ ഉദ്യോഗാർത്ഥികൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. 2ാമത്തെ ബാച്ചും അതേപോലെ തന്നെ പെട്ടെന്ന് നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി 3ാമത്തെ ബാച്ചിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ 3ാമത്തെ ബാച്ച് ഫെബ്രുവരി 12-ാം തീയതിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മാസ്റ്റർ കെ അക്കാഡമിയുടെ എൻക്വയറി നമ്പറിൽ വിളിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. നിർത്തുന്നു. താങ്ക് യു.